പരിശുദ്ധനായ ദൈവം പാപത്തിൽ കിടക്കുന്ന മനുഷ്യൻ കരം കൊണ്ട് മെനഞ്ഞുണ്ടാക്കുന്ന ഒരു ദൈവമായിരിക്കാൻ കഴിയത്തില്ല. ദൈവം ഉണ്ടാക്കിയ പ്രപഞ്ചത്തിൽ ഉള്ള ഒരു വൃക്ഷത്തിൽ നിന്ന് തടി വെട്ടിയെടുത്തോ, ദൈവം ഉണ്ടാക്കിയ പർവ്വതത്തിൽ നിന്നൊരു പാറ വെട്ടിയെടുത്തോ, ഒരു ദൈവത്തെ ഉണ്ടാക്കി അത് ദൈവമാണെന്ന് പറയാൻ മനുഷ്യന് കഴിയുകയില്ല. കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളെയും പർവ്വതങ്ങളെയും കുന്നുകളെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചാരാ? നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആ ദൈവം മനുഷ്യനായി വന്നതാണ് നമ്മുടെ നസ്രയനായ യേശു. ആ യേശുവിനെയും ഒരു രൂപക്കൂട്ടിനുള്ളിലാക്കിക്കൊണ്ട് കൈവെട്ടി നിർത്തിക്കൊണ്ടോ ക്രൂശിൽ തറച്ച രൂപമുണ്ടാക്കിക്കൊണ്ടോ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അത് നോക്കി പറയുവാൻ നമുക്ക് എന്തില്ല? വ്യവസ്ഥയില്ല. യേശുവിന്റെ രൂപമാണെങ്കിൽ പോലും, ഇത് യേശു ക്രൂശിൽ കിടക്കുന്ന രൂപമാണെന്ന് പറഞ്ഞാലും, കൈകെട്ടി നിൽക്കുന്ന യേശുവിന്റെ രൂപമാണെന്ന് പറഞ്ഞാലും അതെന്താണ്? ബിംബാരാധനയാണ്. യേശുവിന്റെ പേര് പറഞ്ഞ് ആ ആരാധന ആര് സ്വീകരിക്കുകയാണ്? പിശാച് സ്വീകരിക്കുകയാണ്. യഥാർത്ഥ ദൈവ ബൈബിളിൽ എന്ത് പറഞ്ഞിട്ടില്ല? വിഗ്രഹാരാധന പറഞ്ഞിട്ടില്ല. ആത്മാവിൽ സത്യത്തിലുള്ള ആരാധനയെ പറഞ്ഞിട്ടുള്ളൂ.